ഇന്ന് നമ്മളുള്ളത് പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് കേട്ടോ. അധികം അറിയപ്പെടാത്തൊരു കാടാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണ്ടാമൃഗത്തിൻ്റെ ഡെൻസിറ്റി ഉള്ളൊരു കാടാണ് കേട്ടോ ഈ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ കാടിൻ്റെ പബ്ലിസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള റിസോർട്ടുകളൊക്കെ റേറ്റ് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. എന്നാൽ നല്ല ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച കോട്ടേജ്. ഒരു കോട്ടേജിന് 2500 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നുള്ളൂ. നമുക്ക് 3 പേർക്കെങ്കിലും സുഖമായിട്ട് അവിടെ താമസിക്കാം. ഇവിടുത്തെ റിസോർട്ടുകാർ തന്നെ എല്ലാ എക്കോ ടൂറിസം ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളത് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതറിയാത്തത് കൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നത്. ജീപ്പ് സഫാരി ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ജീപ്പിന് 3200 രൂപയാണ് ചാർജ് വരുന്നത്. അതിൽ നമുക്ക് 6 പേർക്ക് വരെ പോകാൻ സാധിക്കും. രാവിലെ 7 മണിക്കാണ് ഇവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറിയൊരു കാടായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ഇവിടുത്തെ സഫാരി ഉള്ളൂ കേട്ടോ. അതിൽ രാവിലെ തന്നെ 3 സ്ലോട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്യാം. കാസിരംഗ നാഷണൽ പാർക്കിലും നമ്മൾ 7 മണിയുടെ സഫാരി തന്നെയായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ 7 മണിയായപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. ഇവിടെയാണെങ്കിൽ നോക്ക്, സെയിം ടൈമിൽ ഫുള്ള് മഞ്ഞാണ്. നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ കാണ്ടാമൃഗങ്ങളുടെ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാമതും എന്നാൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ആസാമിൽ 2ാമതും നിൽക്കുന്ന കാടാണ് കേട്ടോ ഈ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെ നമ്മുടെ ഒറിജിനൽ കാട്ടുപോത്തിനെയും കാണ്ടാമൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാസിരംഗ വരെ പോകണമെന്നില്ല കേട്ടോ. ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന കാടാണ് ഈ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏകദേശം 75 കിലോമീറ്ററോളം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കാട്ടിലേക്ക് എൻ്റർ ചെയ്ത് കുറച്ച് ദൂരം വന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ സൈറ്റിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അപ്പുറത്തുള്ള മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കൂട്ടം കൊക്കുകളെയാണ് കേട്ടോ. ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. മലയാളത്തിൽ ചേര കൊക്കൻ എന്ന് പറയും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അലച്ചിലാണ് കേട്ടോ എല്ലാവരും. മനുഷ്യർക്കിടയിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ഇടയിലും ഉണ്ട് ചെറിയ ചെറിയ കശപിശകൾ. തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ കാട്ടുപോത്ത് സൈറ്റിംഗ് ആണ് കേട്ടോ. പക്ഷെ ആള് നല്ല മഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കണോണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വിഷ്വൽസ് ഒന്നും കിട്ടുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാട്ടുപോത്തിനെ മര്യാദയ്ക്കൊന്ന് വിഷ്വൽ എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമായിട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് പോച്ചർ സീരീസ് ഓർമ്മ വന്നു കേട്ടോ. അതിൻ്റെ പോസ്റ്ററിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഫ്രെയിം പോലെ തോന്നിയത്. പക്ഷേ ഇത് ഇവിടുത്തെ എലിഫൻറ്റ് സഫാരിക്ക് ഉപയോഗിക്കുന്ന ആനയാണ് കേട്ടോ. ഇവിടെ ജീപ്പ് സഫാരി അല്ലാണ്ട് എലിഫൻറ്റ് സഫാരിയും അവൈലബിൾ ആണ് കേട്ടോ. കാലത്ത് തന്നെ ആളെ പുല്ലുമയം വിട്ടേക്കാണെന്ന് തോന്നുന്നുണ്ട്. കാട്ടാന അല്ലാന്നുണ്ടെങ്കിലും ആ ഫ്രെയിമിൻ്റെ ഒരു ഭംഗി കൊണ്ട് എടുത്തു വെച്ചാണ് കേട്ടോ കുറച്ച് വിഷ്വല്. കാണ്ടാമൃഗങ്ങളുടെ ഡെൻസിറ്റി വളരെയധികം കൂടുതലാണെങ്കിലും ഇത്ര ദൂരം വന്നിട്ടും എനിക്ക് ഒന്നിനെ പോലും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഈ കാട് കൂടുതലും നമ്മുടെ കാണ്ടാമൃഗത്തിനും കാട്ടുപോത്തിനും ഒക്കെ ജീവിക്കാൻ അനുകൂലമായ ഗ്രാസ് ലാൻഡുകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയിട്ടോ. തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ 1ാമത് നിൽക്കുന്ന റൈനോയെ നമ്മളെങ്ങനെ ആദ്യമായിട്ട് കണ്ടു.
അതും മഞ്ഞിൻ്റെ ഇടയിലൂടെ നല്ലൊരു റോഡ് ക്രോസിങ് വിഷ്വലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. റോട്ടിൽ കയറിയതിന് ശേഷം ആൾ നമ്മളെ ഒന്ന് നോക്കി. പുള്ളി നല്ലൊരു ക്യാമറ പോസ് തന്നാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വിഷ്വൽസ് എടുത്തു. അതിനുശേഷം ആൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോയി. തൊട്ടപ്പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരാൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, ഒരു സെർപ്പൻറ്റീകളാണ്. ഏത് കാട്ടിൽ കയറിയാലും ഇപ്പം സെർപ്പൻറ്റീകളിനെ കാണാതെ പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ടല്ലോ. അങ്ങനെ നമ്മൾ വീണ്ടും മഞ്ഞ് മൂടിയ പാതയിലൂടെ യാത്ര തുടർന്നു. മഞ്ഞിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഉള്ളിലൊക്കെ എന്തെങ്കിലും അനിമൽസ് നിന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എന്നാലും വിഷ്വൽ കാണുന്നേക്കാളും കുറവാണ് കേട്ടോ നമ്മളുടെ വിസിബിലിറ്റി. ഇത് ഈ കാടിൻ്റെ നടുക്കുള്ള ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റേ ഓപ്ഷനാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല. ടെറൈൻസ് ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിസിബിലിറ്റി കുറഞ്ഞു വരികയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ദാ നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തൊരു കാണ്ടാമൃഗം. ഞാൻ ഈ ആസാമിലേക്ക് വരുമ്പോഴേ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു കാണ്ടാമൃഗത്തിൻ്റെ വിഷ്വല്. ആക്ച്വലി അത് കണ്ട് കൊതിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറായ അപരൂപ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അവരുടെ പേജിൽ ഇങ്ങനെ ഒരു വിഷ്വൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണ്ടാമൃഗം ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നൊരു വിഷ്വൽ. ആ വിഷ്വൽ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവരുടെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് ആസാമിലേക്ക് പോകുന്നത്. ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ, എനിക്കും വളരെ സിമിലർ ആയിട്ട് ഇങ്ങനെ ഒരു വിഷ്വൽ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ടോ. കൂട്ടത്തിലൊരു ബോണസ് പോലെ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇദ്ദേഹം നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനെ നടന്നു കേട്ടോ. മനസ്സ് നിറയോളം നമുക്ക് വിഷ്വൽ എടുക്കാനും സാധിച്ചു. നമുക്ക് കസിരംഗയിൽ നിന്ന് ഒരുപാട് കാണ്ടാമൃഗങ്ങളെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചെങ്കിലും ഏറ്റവും ഭംഗിയിൽ കാണ്ടാമൃഗത്തെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് റൈനോനെ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇതിനെ കാണുന്നതിൻ്റെ ഭംഗി കൊണ്ടാണോ എന്നറിയില്ല. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇതെങ്കിലും ആ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിലധികം വിഷ്വൽ വന്നതിന് ശേഷം അത് പതിയെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ. നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ കാടുകളെയൊക്കെ പോലെ ഇവിടെയും മൺസൂൺ സീസണിൽ എക്കോ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ദാ വീണ്ടും ഒരു റൈനോ സൈറ്റിംഗ്. പക്ഷെ പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. പുല്ലിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആൾ ദേഹത്ത് കുറേ കൊക്കുകളൊക്കെ കയറി ഇരുന്നിട്ട് ഇൻസെക്ട്സിനെയൊക്കെ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ പുള്ളിക്കാരനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഡ്രൈവർ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് തലപൊക്കി നോക്കിട്ടോ. പക്ഷെ വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്.
കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വേറൊരു റൈനോ. റൈനോയുടെ ഡെൻസിറ്റിയിൽ ഏറ്റവും മുന്നിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും റൈനോ സൈറ്റിങ്സ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ കാട്ടിൽ കയറി കുറച്ച് സമയം സൈറ്റിങ്സ് ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും നല്ല ഹാപ്പി ആയിട്ടോ. നേരത്തെ നമുക്ക് റോഡിൽ പുറകിൽ നിന്നാണ് സൈറ്റിംഗ് കിട്ടിയെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. ഇത് നല്ല അഡൾട്ട് ആയിട്ടുള്ള ഒരു റൈനോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇവരുടെ കൊമ്പുകളെ പറ്റി ഞാൻ കസിരംഗ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ഇവരുടെ കൊമ്പ് സാധാരണ മൃഗങ്ങളുടെ കൊമ്പ് പോലെ ബോണി ആയിട്ടുള്ള ഒന്നല്ല. ഇവരുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറും ഹെയറും എല്ലാം കൂടെ കട്ടിയായിട്ടാണ് ഇവർക്ക് കൊമ്പ് മുളയ്ക്കുന്നത്. അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഇവരുടെ ഈ കൊമ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ഇവർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ കാട്ടിൽ റൈനോയുടെ ഡെൻസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവരെ വേറെ നാഷണൽ പാർക്കുകളിലേക്കൊക്കെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. വീണ്ടും ഒരു റൈനോ കിടന്നുറങ്ങണു. ആളെന്തോ തല്ലുകൂടിയിട്ട് കിടന്നുറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആളുടെ ദേഹത്തൊക്കെ ചെറിയ ചോരയുടെ പാടുകളൊക്കെ കാണുന്നുണ്ട്. കൊമ്പിൻ്റെ സൈഡിലൊക്കെ നല്ല ബ്ലഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. റൈനോയും കാട്ടുപോത്തും മാത്രമല്ല കേട്ടോ, നമ്മുടെ പുള്ളിപ്പുലിയൊക്കെയുള്ള കാടാണിത്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ കണ്ടതാണ് കേട്ടോ ഇതിനെ. ബ്ലാക്ക് നെക്ക്ഡ് സ്റ്റോക്ക് അഥവാ മലയാളത്തിൽ കരിങ്കൊക്ക് എന്നാണ് ഇതിൻ്റെ പേര്. തൊട്ട് മുകളിലായിട്ട് ഒരു വയൽനായ്ക്കനും ഇരിക്കുന്നുണ്ട് കേട്ടോ. സമയം എത്ര ആയെങ്കിലും മഞ്ഞ് ഇതുവരെ മാറാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ്വലിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ലൈറ്റൊക്കെ കൂട്ടിയിട്ടിട്ടാണ് ഇത്രയെങ്കിലും ക്ലിയർ ആക്കി എടുത്തത്. ഫസ്റ്റ് കണ്ട കാട്ടുപോത്തിനെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്ന വിഷമം മാറ്റാനായിട്ട് വരുന്നു അടുത്ത കാട്ടുപോത്ത്. ഒന്നല്ല കേട്ടോ, ഇവരൊരു കൂട്ടം തന്നെയുണ്ട്. പക്ഷേ അപ്പുറേ ഇപ്പുറയൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നില്ല അവരെ. വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു അനിമലാണ് കേട്ടോ ഈ കാട്ടുപോത്തുകൾ. അതിൻ്റെ ഒരു മെയിൻ കാരണം നമുക്ക് ഈ വിഷ്വലിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഈ കാടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ അവർ വളർത്തുന്ന പശുക്കളെ മേയാനായിട്ട് ഈ കാട്ടിൻ്റെ ഗ്രാസ് ലാൻഡുകളിലേക്ക് കയറ്റിവിട്ടിരിക്കുകയാണ്. ഇതുമൂലം നമ്മുടെ നാട്ടിലെ മൃഗങ്ങളിലുണ്ടാകുന്ന അസുഖങ്ങൾ ഈ കാട്ടുപോത്തുകളിലേക്ക് പകരുന്നതാണ് ഒന്നാമത്തെ റീസൺ. ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ ഈ ഗ്രാസ് ലാൻഡിലേക്ക് കയറ്റി വിടുന്ന മൂലം ഈ ഗ്രാസ് ലാൻഡുകൾ ഇല്ലാതാവുകയും ഇവർക്ക് വേണ്ട ഭക്ഷണവും ഹാബിറ്റാറ്റും ഒക്കെ നശിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ റീസൺ. ഇങ്ങനെ വരുന്ന നാട്ടുപോത്തുകളുമായിട്ട് ഇവർ ക്രോസ് ബ്രീഡായിട്ട് ഈ കാട്ടുപോത്തുകളുടെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നതാണ് മൂന്നാമത്തെ റീസൺ. ഈ കാരണങ്ങളൊക്കെ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് തന്നെ തടയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു ശതമാനമെങ്കിലും ഈ കാട്ടുപോത്തുകളുടെ വംശനാശം തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇവർ മാത്രമല്ല കേട്ടോ, ഇവിടെ കാട്ടാനകളും ഉണ്ട്.
ഈ ഒരെണ്ണമല്ല, ഇതിൻ്റെ പുറകിൽ ഒരു കൂട്ടം ആനകൾ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ ഒരു മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് നമുക്ക് വിഷ്വൽ കിട്ടുന്നില്ല. അങ്ങനെ സഫാരി കഴിഞ്ഞ് ഈ കാണുന്ന കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ തിരിച്ചു പോന്നു. ഇനിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.